മാനുകളാണ് ഗൈസ്. മാന് മാത്രമേ ഉള്ളൂ. ഹായ് ഹായ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇപ്പം എല്ലാവരും മസനഗുഡി വഴി ഊട്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഞങ്ങളൊരു 2 മാസം മുമ്പ് ആ വഴി ഒന്ന് പോയിരുന്നു ചേച്ചിയുടെ ഊട്ടിയിലൊക്കെ എന്നിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ വ്ളോഗൊന്നും ഇടാൻ പറ്റിയില്ല. ഗോപുരലായി പിന്നെ കുറച്ച് കാര്യങ്ങളായി മറന്നു സത്യം പറയാനായിട്ട് ഇടാൻ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളും മസനഗുഡി വഴി ഊട്ടി പോയി വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ, നമുക്ക് നേരെ വീഡിയോ ഇട്ട് വഴിക്കണ്ട്. ഇപ്പോൾ അന്നൂസിൻ്റെ പനിയാണ്. അപ്പോൾ ഞങ്ങൾ പോയി വന്ന വീഡിയോ ഒന്ന് കണ്ടിട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അച്ഛമ്മ പോയിട്ട് കേട്ടോ. ടാറ്റ. അത് കഴിഞ്ഞിട്ടിടാനാണ്. പറിച്ച് പോവാ. ടാറ്റ കൊടുക്കുക എല്ലാവർക്കും. ഇവിടെ പപ്പയ്ക്ക് ടാറ്റ. നീ വരുന്ന ചേട്ടാന്നുള്ള നോട്ടം കണ്ടോ? അച്ഛനും അച്ഛമ്മയ്ക്കും ടാറ്റ. എല്ലാവരും വണ്ടിയിലുണ്ട്. നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരാണോ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ എക്സ്ചേഞ്ചായ റുബിഡിത്തിൽ KYC അപ്ഡേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 500 ആൽബട്രോസ് ടോക്കനുകൾ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുവാനും സൂക്ഷിക്കാനുള്ള അവസരം കൂടി അവർ ഒരുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ട് കൂടുതൽ ആൽബട്രോസ് ടോക്കനുകൾ റുബിഡിറ്റിൽ നിന്ന് നേടാവുന്നതാണ്. ഇപ്പോൾ ഒട്ടേറെ പ്രൊജക്റ്റുകളായിട്ടാണ് റുബിഡിയം വന്നിട്ടുള്ളത്. റുബി വാലി റിസോർട്ട് പ്രൊജക്റ്റും അതുപോലെ തന്നെ റുബീലിയ സോഷ്യൽ മീഡിയ പ്രൊജക്റ്റും. അതുകൊണ്ട് തന്നെ 10 റുബിഡിയൻ കോയിനുകളും കുറച്ച് ആൽബട്രോസ് ടോക്കനുകളും സ്വന്തമാക്കി നിങ്ങളുടെ നാളത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുക. അതിനുവേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ കയറി നിങ്ങൾ സൈനപ്പ് ചെയ്യുക. 500 ARS ടോക്കനുകൾ നിങ്ങൾ സ്വന്തമാക്കുക. കൂടാതെ വാട്സപ്പ് ചാനൽ, ചാറ്റ് ലിങ്കുകളായിട്ടുള്ള എക്സ്, ടെലിഗ്രാം വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ലിങ്കുകളും ഞാൻ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ പോവാണ്. എങ്ങനെ പറ്റടുത്ത് കാഴ്ച നമ്മള് പോവാന്ന് പറ. ചേട്ടായി ഉണ്ട്. ഇരുട്ടാണ്. രാത്രി ഇപ്പൊ സമയത്ത് 6 മണി അല്ലേ? ചേട്ടായി ഉണ്ട്. അല്ല, ഇരുട്ടുണ്ട് പുറത്തേ. ചേട്ടായി, അലീനുണ്ട്, സനൽ, മുബഷിർ ഒരാളും കൂടി ഉണ്ട്. നമ്മളോട് മുബഷിറുണ്ട്, മോനുണ്ട്. ഏതായാലും ഒന്ന് നേരം എടുക്കട്ടെ, ഒരു വീഡിയോ എടുക്കാം. 434 ഫോളോവേഴ്സ് അൺഫോളോ ചെയ്ത് തന്നെ കൂട്ടുകാരാ. അൺഫോളോ വരുവാണോ? ഇത് റീച്ച്, ഇതാണ് റീച്ച്. ഫോളോ ആണല്ലോ. കറക്റ്റ്. കയ്യ് പാട്ട് വെച്ച വേണീട്ടതാ. ഉറക്കത്തിലേക്ക് വീണു. താങ്കൾ ഉറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളത് അട്ടപ്പാടി കയറി ഇനി നേരെ നമ്മളൊരു കാട് വഴി അങ്ങ് ഊട്ടിയിലേക്ക് പോവുകയാണ് ഗൈസ്. പ്രോ റൈഡർ നന്ദു സമാധാനത്തോടു കൂടി മാത്രം പോണ ആളാ. അട്ടപ്പാടി കഴിഞ്ഞിട്ടില്ല. ബീഫ് ഇരിക്കില്ലേ? ഗായ്സ്, ഞങ്ങളിനി ഓഫ് റോഡാണ്. കുറച്ച് ഒരു പുഴ കടന്ന് വന്നു, എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എടുക്കാൻ പുറത്ത്. ഇതാ മുബഷിർ. പറവൂണോട് ഭയങ്കര കളിയാണ്. അതാണ് നമ്മൾ അട്ടപ്പാടി കൂടെ ഊട്ടി വന്ന. ഞങ്ങൾ പോകാറില്ല വഴി കേട്ടോ. വേറെ വഴിയുണ്ട്, മുള്ളി വഴി ഇപ്പം കയറ്റി വിടാറില്ല. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് ഈ റോഡിൽ കൂടെയാണ്. വൈബാണ്. ചാട്ടം പോലും ഇല്ല വണ്ടിക്ക്. റൈഡർ ആരാന്നറിയോ? കണ്ണാപ്പി റൈഡർ, കണ്ണാപ്പി ബോസ്. പവർ നീ അണ്ണയാറ് കണ്ണാപ്പി. ഹായ് പറവനെ.
ആൾക്കറിയാം ഗോപ്രാണ്, വീഡിയോ എടുക്കാനാണ് ആൾക്കാർ അന്നൊക്കെ തുടങ്ങി. ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി. സീറ്റുകളുടെ സീനില്ല, ചെക്ക് പോസ്റ്റ് എത്തിയില്ല. ഇനി എന്തായാലും നമുക്ക് ചെക്ക് പോസ്റ്റ് എന്താ അവസ്ഥ നോക്കാം. ഫോൺ നമ്പർ 8590660496 മണ്ണാർക്കാട് ഊട്ടി. എന്നാ പുരിയല്ലേ? ആ സൈഡാക്കട്ടെ. പിന്നെ എന്തിനാ ഊട്ടി പോകാൻ വേറെ വഴി? അറിയില്ല പറയണം. പിന്നെ പോയിട്ട് ഡോക്യുമെന്റ്സ് ഫോണിലല്ലേ? ഹൈ വേണോ? അതിന് വേണോ? ബോബന് വേണോ? എവിടെ? തരാൻ പറയുന്ന താവറി ഇത് അവനാണ് പറയുന്നത്. അവനാണ്, മനസ്സിലായി. പ്രായത്തിന് ഒരു പാട്ട് പാടി കൊടുത്തേ. ഏതാ പാട്ട്? വാനുകാവാലയ്യ നുകാവാലയ്യ. പാറുസ് പറഞ്ഞ ഒരു പാട്ട് പാടണം, ക്യാമറ ഓണാക്കെന്ന് പറഞ്ഞു. അല്ല പാറുസേ, ഒരു പാട്ട് പാടി കൊടുത്തേ. വാഹ്, എന്താ ഒരു ഈണം. ലെവനെ ചിരിച്ചേ. നമ്മളെവിടേക്കാ പോണ്? കുട്ടി വഴി ഊട്ടിന്ന് പറ. ഊട്ടി ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത എല്ലാവർക്കും. ഓക്കെ, തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഹായ്, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം മാറിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ഹായ് പറയൂ. നമ്മൾ പോയിട്ട് നോക്കട്ടെ, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആദ്യം ചേച്ചിയുടെ വീട്ടിൽ പോകണം. അവോയ്ഡ് സെൽഫീസ് വിത്ത് അനിമൽസ്. പോയിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. കായ് അപ്പോൾ ഇനി മൃഗങ്ങളുടെ സെൽഫി എടുത്താലും സീനാണ്. അപ്പോൾ നിന്റെ കൂടെ പറ്റില്ല. എനിക്ക് ഫൈൻ കിട്ടിയപ്പോൾ ഇവന്റെ കൂടെ സെൽഫി എടുത്ത്. ഞങ്ങൾ ബേക്കിലേക്ക് മാറി. ഹലോ പറയും. എന്താണ് വണ്ടി കയറ്റി വിടാനാ ബ്ലോക്ക് വണ്ടി എടുത്ത് വിടാം. ചേട്ടാ തമാശ കളിക്കുന്ന ആനെ കൊണ്ടുവന്ന പിന്നെ ടീംസ് വരല്ലേ? പരിണാമം സംഭവിച്ച വണ്ടിയാണ്. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് മസനഗുഡി പോകണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. മസനഗുഡി വഴി? അതെ, സംഭവല്ലേ?
ചേട്ടായി മസനോടി പോണ്ടേ? നല്ല ചിരിയാണല്ലോ ചേട്ടായി. മസനോടി എന്താ മസിനോടിക്ക് എന്താ കുഴപ്പം? ആനനെ കാണണ്ടേ? അപ്പൊ പോവും. എന്തിനാ സ്ഥലം പോണ്? മസിനോടിക്ക് എന്താ പോണ്? എന്തോ അപ്പൊ പോലെ എന്നാ പോവാ. എന്നാ പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. ഊട്ടി എത്തിയിട്ട്. അപ്പോ ഞങ്ങളും ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്തിന്ന് ഇറങ്ങട്ടെ. ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടി കേട്ടോ ഇവിടെ. ഓ നാച്ചുറൽ ബ്യൂട്ടി തന്നെ. എന്തോ തോന്നു കൊടുക്കടാ. അതിന്റെ ചുറ്റും കാണിക്കില്ല എനിക്കറിയാം. Nice to meet you. Welcome to Ooty. Okay. അപ്പൊ എങ്ങനെ വെയിലത്ത് അധികം നേരം നിക്കണ്ടല്ലോ, പോവല്ലേ? ആ സംഭവം കണ്ടോ? കറക്റ്റ് ഇതിൽ നോക്കിക്കാം. ഈ സൈഡില് കാണാറില്ല. കേറാ കവർ പൊട്ടിയല്ലോ. എടാ മെല്ലെ നോക്കി വെക്കിട്ടോ. ഇപ്പൊ മരത്തില്ലെങ്കിൽ വൈകുന്നേരത്തെ വണ്ടി എടുത്ത് പോയാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ റേഞ്ചില്ല. എന്തായാലും ഇവിടെ റേഞ്ചില്ല. ചുരം കയറിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടെ വിളിക്കാം. ഏത് പാട്ടടാ? രാത്രി നീ എന്നോർത്തിരിക്കണോ അതല്ലേ? എന്നാ പിന്നെ അവരെന്നെ വിട്ടാലോ? മേലെ വ്യൂ പോയിന്റ് ഉണ്ട് ചേട്ടാ. അവരടിച്ചോട്ടെ. നീ എടാ ഇത് ചിരിപ്പ് കാണാമല്ലോ. കളഞ്ഞ സ്ഥലം ഇറങ്ങടാ. വേണ്ടല്ലേ? ഹായ് പറ. ചൂടാ இருக்கு. എന്നാ വ്യൂ അല്ലേ? എന്ത് ബാബാ നമ്മളിപ്പോൾ എവിടേക്കാണ് മുബിശ്ശേരി പോണ്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഫാറൂസിനെ വല്ലതും വാങ്ങാൻ. എന്താ പോലീസ് മമ്മ, എന്താ കൊച്ചു പിള്ളേർ. വേറെ ഓ വേറെ സംഭവം ഉണ്ടല്ലോ ഇവിടെ. സോറി അണ്ണാച്ചിമാർ. സിംഗം സിംഗം തീപ്പൊരി സിംഗം ഉണ്ടോ ഉണ്ടോ? യേ യേ
അവിടെ അത് മറ്റൊരാണേ ജുജൂബി ഓറഞ്ച്. അവിടെ പോയി കളിക്കണ്ടോ? ഞാൻ എന്തായാലും ഉണ്ട്. എന്നെ ഉണ്ട്. നീ വേണ്ട. ഹായ് അരുവി. ആരാ ചോദിച്ചത്? ഇല്ല കൂൾ മൈൻഡ്. കിട്ടിയോ? ഇല്ല ഞാൻ അങ്ങോട്ടില്ല. ബാഹുബലി സിംബ. അപ്പുറത്ത് പോയിട്ട് നിൽക്കണോ? ആ വന്നാലടാ. ചുട്ടൂൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ അപ്പുറത്ത് ലാൻഡ് ചെയ്യാൻ പോകും. ലോഞ്ച്. നോക്കി വണ്ടി നോക്കി ഉണ്ടോ? വണ്ടി പോകുന്നുണ്ടോ? നീ ആര് ശരിക്കും നോക്കുന്നത്? നീ ആര് ഉൾപ്പെടുത്തുന്നത് അത് പറ. ഡൂഡു ഡൂഡുസേ മോമിച്ചർ മാമൻ ആരാ പറ്റിയത് നോക്കിക്കൊണ്ടിരിക്കുക. ഇല്ല ഉള്ള രാത്രി നീ എന്നെ ഓർത്തിരിക്കാണോ? പാടാ പപ്പേ, ഇങ്ങോട്ട് പാടാ. അതിന്റെ ഇടയ്ക്ക് നമ്മള് ഒരു കാറൊക്കെ തള്ളി കയറ്റി കൊടുത്തല്ലേ? സ്റ്റാർട്ടായില്ല പാവങ്ങൾ. ഒരു കുട്ടിയൊക്കെ ഉണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? 2 ചേച്ചിമാരും ഒരു കുട്ടിയും ഒരു ചങ്ങായില്ലേ? ആ ഒരു കുട്ടി ഉണ്ടായോണ്ട് നീ തള്ളിയത് നമുക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നിനക്ക് ഹെൽപ്പ് മെന്റാലിറ്റി ഒന്നും ഇല്ല. കുഞ്ഞു കുട്ടിയൊന്നല്ല, വലിയ ആര്? നീ തന്നെ ഇവന്റെ അറിയാം. ഞാൻ വിനീതിന്റെ കാര്യം അറിഞ്ഞത്. വിനീത് ഹെൽപ്പിംഗ് മെന്റാലിറ്റി പണ്ടേ ഉള്ളോ? 18 വയസ്സിന് മേലെ സ്റ്റാർട്ടായില്ല. എന്തോ ഒരു പ്രശ്നമാണ്. തള്ളിക്കൊടുത്ത് സ്റ്റാർട്ടായി. അതെ. നീ ഉദ്ദേശിച്ച കുട്ടിക്ക് എത്ര വയസ്സ്? ഓക്കെ ബൈ. ഞങ്ങളെ കുട്ടി ബ്ലൂ മൂൺ സോങ്. അപ്പൊ ചേട്ടായി തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോ എന്താണ് ചേട്ടായിക്ക് പറയാനുള്ളത്? അരിക്കൊമ്പനാണ് ഓർമ്മ വരുന്നത്. അരിക്കൊമ്പൻ. ഓ മൈ ഗാഡ്. അരിക്കൊമ്പൻ ആ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കിടന്നുറങ്ങണത്. സെഡാക്കി ആ ഒരു മൂടണ്ട് കളഞ്ഞു. എല്ലാരും ശാന്തരായി പോയി. കുഴപ്പമില്ല. എന്താണ്? വെറുതെ ഒരു കുഴപ്പമില്ലായിരിക്കട്ടെ. ഓ ഡൂഡും മാമനൊന്നുമില്ല. അൻപേ വരുയിരേ കോപ്പിറൈറ്റ് വരില്ലടാ. കോപ്പിറൈറ്റ് വരില്ല എന്തോ. ഓഹോ ഹായ് ഡ്യൂക്ക്. എവിടെ? ഹായ് ഡ്യൂക്ക്. സൂമിലിടാ അല്ലേ? സൂലുണ്ടോ? ഇത് മതി. ഇത് നല്ലത്. ഓ പണി കിട്ടി കിടക്കുന്ന ചേട്ടൻ. ഇങ്ങനെ കാണാം, വീഡിയോ കാണുമ്പോൾ അടിപൊളിയാണ്. അവിടെ കുട്ടികളില്ലാത്തവർക്ക് ഹെൽപ്പ് മെന്റാലിറ്റി ഇല്ലാതെ
എന്താ പൊന്നു കൂട്ടരാ, അതിപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടല്ലല്ലോ തള്ളിത്തരാ ചേട്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചാ ചേട്ടാ വണ്ടി ഒന്ന് മാറ്റി തരാമോ, ഒന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ പറയുമ്പോ നമ്മള് മലയാളി ആയതുകൊണ്ട് സഹായിച്ചു, അവര് തമിഴനായോണ്ട് അതുകൊണ്ട് പറഞ്ഞു ഞാൻ മലയാളി ആയതുകൊണ്ട് സഹായിച്ചു. അന്റെ BGM ഇടണോ? തിരക്കുള്ള ബസ് കണ്ടപ്പോ മൂച്ചർ ഒന്ന് കയറണം എന്നൊരു ആഗ്രഹം. ബസ് യാത്ര ഇഷ്ടപ്പെട്ടു. ആ ചേട്ടായി തിരക്കുള്ള ബസ്സിന് എന്താ പ്രത്യേകത? ഏട്ടാ അങ്ങോട്ട് വളരെ തിരിഞ്ഞു വേണം. നീ ഇത് കയറിയിട്ട് വിളിക്കത്തില്ല, അവര് അതൊക്കെ കഴിയട്ടെ ആദ്യം. ഫസ്റ്റത്തെ വീട് കഴിഞ്ഞു പോണം. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ ഊട്ടി ഏകദേശം അടുത്തിരിക്കുന്നു. ഇവിടെ ആ പാറുമോളുടെ ഒരു പോഷ് ചിരിക്കൂ. ആ എങ്ങനെ പല്ലെവിടെ പല്ല്? നോസ് എവിടെ? നോസ് ഇതൊന്നും നിനക്കറിയാം. നോസ് ഇതൊക്കെ എന്നോട് ചോദിക്കുന്നത് ഇത്രയും മനസ്സിലാക്കും അറിയാം. തണുപ്പടിക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? പുറത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. സൂപ്പറായിരുന്നു. കൂട്ടുകാർ എങ്ങോട്ട് നോക്കൂ, പുറത്തെ കാഴ്ചകൾ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? സനൽ ക്രൂസ്, താങ്കളുടെ അഭിപ്രായം? നല്ല മയക്കം, ഒന്ന് ഉറങ്ങിക്കോ കേട്ടോ. ഇപ്പൊ ചൂട് എന്ന് പറയുന്നവരൊക്കെ രാത്രി കാണണം. എന്നെ കാണാം, നമ്മളെയും കാണാം. നമുക്ക് തണുപ്പൊന്നും ഒരു പുത്തിരിയല്ല, തണുപ്പ് വേണം. അടിപൊളി വ്യൂ. Oh my god. അതാ അവിടെ ഇതെന്താ പറയുക? ഊട്ടിയല്ലേ? ഊട്ടി എത്ര ഉള്ളൂ? ഊട്ടിന്റെ താഴ്വാരം. അതെന്താ സംഭവം? ഇവിടെ ഡ്രസ്സിംഗ് കോഡാണത് ചേച്ചിമാർക്ക്. ഉണ്ടോ സുഖമായിട്ട് ബ്ലാങ്കറ്റിലൊക്കെ കടന്ന് ഉറങ്ങാ. ചുറ്റുണ്ടോ അതിനെ? ഇതാ കന്നഡ നയിക്കോ? അതിന് ലുക്ക് കാരണം എന്താ അറിയോ, ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല, അതാ പ്രശ്നം. ഇങ്ങനെ ലുക്കായാല് ചേട്ടായി ഇങ്ങോട്ടെ ഡ്രൈവർ ഇടുവെന്നാ ചോദിച്ചു. ലൂഡോ അപ്പൊ ഗായ്സ് നമ്മളിവിടെ എത്തി, ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. നല്ല കോലം, സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുക. കണ്ടേ അതുകൊണ്ടാവും. മുബിഷ വീഡിയോ എടുക്കടാ. ക്ലാസ് ഇട്ടിക്കണേ വെയിലത്ത് ഞാൻ ക്ലാസ് ഇട്ടിട്ട് പുറത്തിറങ്ങും കൂട്ടുകാരാ. മതിയോ? കല്ലെത്തൂക്കി പോരാതെ ആൾക്കാരിക്കട്ടെ. ഷൂ എടുക്കണോ? ഷൂ എന്തിനാ? ഷൂ വണ്ടിയിലിരുന്നോട്ടെ, നാളെ പോകുമ്പോ പോരാ. നീ ഇല്ല, ഷൂട്ട് പുറത്ത് പോറി. അതന്നെ പോകുമ്പോ നീ മാറ്റണമെങ്കിൽ എടുത്തോ. അല്ല എനിക്ക് നീ ഒരു കാര്യം ചെയ്യോ, കീ ഉണ്ടോ? എന്നാ കീ എന്തിനാ? ചേട്ടായി ആ ബെഡും കൂടി ഇറക്കി വെക്കട്ടെ, ചോര ഉടക്കാനാണ്. ഫ്രീ
എന്റെ ഇനി ബാക്കിലാ ചേട്ടാ. എന്റെ പെട്ടി വീഴരുതേ. എന്റെ സാധനം ഫുൾ സെറ്റ് ആണെങ്കില് ഉണ്ടോ എന്റെ ഇങ്ങനെ ഇതുടി എന്റെ പെട്ടി നീ എടുക്കണേ. എന്റെ പെട്ടി ഞാൻ എടുത്തോളാം. നിന്റെ പെട്ടി ഞാൻ ചിത്ര ഡോറടിച്ചേക്ക്. നീ വണ്ടി നരിയല്ലേ ചേട്ടായി. ഹലോ, നെക്സ്റ്റ് ഇയർ കാണാം. ഓക്കെ, കൂട്ടിയില്ല. അടുത്ത മാസം ലീവിന് വരും. അപ്പോൾ ബൈ ബൈ. വിഷമാവലെങ്ങ. ബൈ ബൈ ചേട്ടായി. ചേട്ടാക്കി വേണ്ടി ഞാൻ വരുമ്പോഴത്തേനൊക്കെ നോക്കാം. ഞാൻ വന്നാലേ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് തിരിച്ച് മുറിക്കേ, നമുക്ക് സെറ്റാക്കാം. ഇവിടെ കുറച്ച് തണുപ്പ് കുറവാണ്. സുസ്മിത രാജേഷ്, മേരാ സിസ്റ്റർ. ആള് ഭയങ്കര കുക്കിങ്ങിലാണ്. എന്നാണ് സ്പെഷ്യല്? ചിക്കൻ, ചിക്കൻ, മോരുകറി, മോരുകറി, ചോറ്. വ്ളോഗിംഗ് ആണ്, വ്ളോഗിംഗ്. തണുപ്പുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അവർക്ക് തണുപ്പ് ഇഷ്ടമാണേ. അപ്പൊ അങ്ങനെയാണ്, ഭയങ്കര തണുപ്പാണ് ഇവിടെ രാത്രിയാകുമ്പോ. ഈ ആടിയാവാൻ പൊങ്ങില്ല. ഞാനാണ് ഒന്നുകൂടി ഞാൻ നീപ്പിച്ചിട്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടേ. അപ്പൊ ഗായ്സ്, നമ്മളിനി ചേച്ചിയുടെ വീടിന്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ ഇനി മസനഗുഡി പോകുന്നു. അപ്പൊ മസനഗുഡി പോകുന്നു, അവിടുത്തെ വിശേഷങ്ങൾ കാണുന്നു. ഓക്കെ.